ഞാൻ കേട്ട സുവിശേഷം ഇങ്ങനെയാണ്: യേശുവിനെ കൂടാതെ മരിക്കുന്ന സകല ആളുകളും നിത്യനരകത്തിൽ പോകും. ഈ ആയുസ്സിൽ യേശുവിനായി ജീവിച്ച് മരിക്കുന്നവൻ നിത്യസ്വർഗത്തിൽ പോകും. അവിടെ തന്നെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ തന്നെത്താൻ ഇപ്രകാരം പറഞ്ഞു: പ്രായമാകുമ്പോൾ ഞാനും യേശുവിനായി ജീവിക്കും. എന്നാൽ വളർന്നു വന്ന ചുറ്റുപാടിൽ 18 വയസ്സായപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. അതിനൊരു മുഖാന്തരമുണ്ടായി. യാതൊരു മരുന്നും കൊണ്ട് സൗഖ്യമാകാത്ത രോഗം എന്നെ പിടിച്ചു. രോഗം ആഹാരം കൊണ്ട് കഴിക്കാൻ താല്പര്യമില്ല, കഴിക്കാതെ ഇരിക്കുന്നു. ഇംഗ്ലീഷ് വിധി പ്രകാരമുള്ള മരുന്നും ആയുർവേദ വിധി പ്രകാരമുള്ള മരുന്നും ഒക്കെ കുടിച്ചു, സൗഖ്യം വരുത്തില്ല. 6 മാസം വരെയും നീണ്ടു നിന്നു. അപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു, കാലിലൊക്കെ നീരായി. കുറെ നടന്നേറ്റ് വഴിയിലിരിക്കും, പിന്നെ എഴുന്നേറ്റ് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കഠിനമായൊരു വേദന എൻ്റെ വയറ്റിലുണ്ട്. അത് 3 ദിവസം വരെ നീണ്ടു നിന്നു. 3-ാം ദിവസം വളരെ അവശനായി ഒരു മുറിയിൽ കിടക്കുമ്പോൾ 11 വയസ്സ് മുതൽ ഞാൻ കേട്ടുള്ള ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തു. യേശു രോഗികളെ സൗഖ്യമാക്കുമെന്ന് ഞാൻ കേട്ടു. ഞാൻ തന്നെത്താൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കിയാൽ എന്റെ ആയുസ് മുഴുവൻ ഞാൻ നിന്നെ സേവിക്കും. ബൈബിൾ വാങ്ങി ഞാൻ വായിക്കും, എന്നെ സൗഖ്യമാക്കണം. അന്ന് കർത്താവിനെ സൗഖ്യമാക്കിയതാണ്. ആ രോഗം ഇതുവരെയും എനിക്കുണ്ടായിട്ടില്ല. അതാണ് ഞാൻ ക്രിസ്ത്യാനിയാകാൻ കാരണം. ഇന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം വായിച്ചുകൊണ്ട് പ്രസംഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവൻ ഒലിവുമലയിലിരിക്കുമോ ശിഷ്യന്മാരിൽ ചിലർ തനിച്ച് അവന്റെ അടുക്കൽ ചെന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. അതിന്റെ മറുപടിയാണ് മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ അധ്യായങ്ങളെല്ലാം അതിന്റെ മറുപടിയായിട്ടാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിൽ അതിന്റെ മൂലവാക്യം തർജ്ജമ ചെയ്താൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്നല്ല അവർ ചോദിച്ചത്. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്ത് എന്നേ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പോൾ ലോകം അവസാനിക്കത്തില്ല. ലോകം അവസാനിക്കാൻ ആരും ഇപ്പോൾ കാത്തിരിക്കണ്ട. എന്നാ പിന്നെ എപ്പോൾ ലോകം അവസാനിക്കും? മത്തായി 13:49-50. ആരെങ്കിലും ഒരാൾ വായിക്കുന്നതും കൊള്ളാം. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഹൃദയിൽ നിന്നും ദുഷ്ടന്മാരെ എടുത്ത് തീപ്പൊരിയിൽ തള്ളിയിടും. അവിടെ കരച്ചിലും പല്ലുടിയും ഉണ്ടാകും. അന്നാ ലോകം അവസാനിക്കും. ആമേൻ. സ്തോത്രം. പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയം അടിസ്ഥാനമാക്കി യുഗാന്തര സത്യം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്. കുറച്ച് കോപ്പിയുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒടുവിൽ വായിക്കാം. അതിൻ്റെ 38-ാം പേജ് മുതൽ 121-ാം പേജ് വരെയും അന്ത്യകാല ലക്ഷണം, യേശുവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവർ, 7 ന്യായവിധി, ഇങ്ങനെ അങ്ങോട്ട് അനേക കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് തന്നെ മടങ്ങി വരാം. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്ത്? ഞാൻ എഴുതിയ പുസ്തകത്തിൽ തന്നെ 21 പോയിന്റുണ്ട്. ഞാൻ അവിടെ കിടക്കുന്നില്ല. മത്തായി 24:37 വാക്യം. താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഞാനത്
നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലത്തെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു തലമുറയായിരുന്നു. അതുപോലത്തെ ഒരു കാലയളവിലാണ് ഇന്ന് ലോകം വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഉൽപ്പത്തി 6-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ, സർവ്വജനവും തങ്ങളുടെ വഴി ദൈവത്തിന് മുമ്പിൽ വഷളാക്കിയിരുന്നു. ദൈവത്തെ വിളിക്കുന്ന ഒരു ഭവനം മാത്രം ശേഷിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും ദൈവത്വത്തെ നിഷേധിക്കുന്നവരായിരുന്നു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ഇതുപോലെ നിരീക്ഷകന്മാരുണ്ടായൊരു കാലം ഭൂലോകത്തിലില്ല. ഇന്ന് നേരെ നോക്കി 20 കോടി സ്ത്രീ പുരുഷന്മാർ ദൈവമില്ലെന്ന് പറയാൻ തയ്യാറാണ്. ഇന്നത്തെ ലോകത്തിന്റെ ചിന്താഗതി, അത് 2 വാക്യം വായിക്കും കൂടെ വേണം. യോബിന്റെ പുസ്തകം 22, 17, 21, 14, 15, യെശയ്യാപ്രവചനം 30, 11. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോക, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നത്തെ ലോകത്തിന്റെ ചിന്താഗതിയാണ്, ഞങ്ങളെ വിട്ട് പോകണം, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യും. എന്നാൽ 21-14 പറഞ്ഞു, അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോക, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാനവനാർ, ഞങ്ങളെ വിട്ട് പോകുക, സർവശക്തനെ അന്വേഷിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. സർവശക്തനോട് പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? അല്പം കൂടെ കീഴോട്ട്. അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ഭാഗ്യവതി ഈ നിലയിൽ 20 കോടി സ്ത്രീ പുരുഷന്മാർ നേരെ നോക്കി ദൈവമില്ലെന്ന് പറയാൻ തയ്യാറാണ്. പ്രതിവർഷം 85 ലക്ഷം നിരീക്ഷകന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇതെന്ത്? നമ്മുടെ യേശുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന ഒരു അടയാളമാകുന്നു. ലോകമാകെയുള്ള ഗവൺമെന്റിൽ 30 ഗവൺമെന്റ് അടുത്ത കാലത്തൊരു പരസ്യം നൽകി, ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരേ ഒരു മതമേ ഉള്ളൂ, അത് നിരീശ്വരത്വമായിരിക്കും. ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കണം. ഇതുപോലെ നിരീശ്വരന്മാരെഴുന്നേറ്റ കാലയളവ് ലോകത്തിൽ വേറെ ഇല്ല. ഇനിയും 2 തെസ്സലോനി 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് പോകാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മിപൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. മുൻപേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇന്നത്തെ വിശ്വാസത്യാഗം വിളിച്ചറിയിക്കുന്നത് അധർമ്മമൂർത്തി വെളിപ്പെടാറായത്. ഇത് ഇന്ത്യയുടെ അനുഭവം വെച്ച് പഠിപ്പിക്കാൻ പ്രയാസമാണ്. കാരണം ഇന്ത്യയിൽ ഇന്ന് വരെ 3% ക്രിസ്ത്യാനിയുള്ളൂ. എന്നാൽ ക്രിസ്തീയ രാജ്യത്തെ അവസ്ഥ കൊണ്ട് വിശ്വാസത്യാഗം എത്രമാത്രം വർദ്ധിച്ചു എന്ന് തെളിയിക്കാം. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ഈ പുസ്തകത്തിൽ കൊണ്ട് ഇംഗ്ലണ്ട് ഒരു ക്രിസ്തീയ രാജ്യം. എന്നാൽ ഇന്ന് സൺഡേയിൽ 115 പേരെ പള്ളിയിൽ പോകത്തുള്ളൂ. ലണ്ടൻ പട്ടണത്തിൽ അത്രയുമില്ല, 110 പേരെ പള്ളിയിൽ പോകത്തുള്ളൂ. ബാക്കിയെല്ലാം വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും. ക്രമമായി കൂടി വന്ന് ആരാധിച്ചിരുന്ന പള്ളികളിൽ ആരാധിപ്പാൻ ആളുകൾ വരാത്തതിനാൽ 100-ൽ പരം പള്ളി ലോക്ക് ചെയ്ത് അതിന് മുൻപിൽ പരസ്യം തൂക്കിയിട്ടുണ്ട് വിൽപ്പനയ്ക്കുന്നു. 1983 സെന്റ് ലുക്ക് എന്ന് പറയുന്ന ഒരു വലിയ പള്ളി
80,000 പവൻ കൊടുത്ത് സിഖുകാർ വിലയ്ക്ക് വാങ്ങി ഗുരുദ്വാരയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. പള്ളിവിട്ട കമ്മിറ്റിക്കാർ പറയുന്നു എല്ലാ മതം ഒരുപോലാണ്, അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ സിഖുകാർ ആരാധിക്കട്ടെ എന്ന്. ഇതൊന്നും ലോകത്തിലെ ആളുകൾക്കറിയും അറിഞ്ഞുകൂടാ. വിശ്വാസത്യാഗം ഇത് മുൻപേ നടക്കണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും കയറി വരണം. അവൻ കയറി വരണമെങ്കിൽ ദൈവസഭ ഇവിടുന്ന് പോകണം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ സമയത്തിനു മുമ്പേ അവൻ വെളിപ്പെടാതിരിക്കുവാൻ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. ആരാണ് ഈ അധർമ്മത്തെ തടുക്കുന്നത്? തൃത്വത്തിൽ മൂന്നാം ദൈവമായ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താളിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് ക്രിസ്തുവിന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇതിനെ തടഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സഭയും നിന്ന് പോയാൽ നാളെ അധർമ്മമൂർത്തി പ്രത്യക്ഷമാണ്. ആകയാൽ ലോകം അന്തിക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ട് പോകണം. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ദൈവമക്കൾ ഒന്നും അറിയാതെ പോയാ പോരാ. ജിസ്കോ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അരയന്നവും കൊക്കും കൊണ്ടുള്ള സംഭാഷണം നേരിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് അറിയപ്പെടുന്നൊരു ഭാഷയിൽ നിന്നാണ്. അരയന്നം കൊക്കിനോട് പരലോകത്തിലെ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നങ്ങോട് വിവരിച്ചു. കൊക്ക് ചോദിക്കുകയാണ്, അവിടെ ഞാഞ്ഞൂലുണ്ടോ? വിചാരം മണ്ണരയുണ്ടോ? അതേ നിലയിൽ ഇന്നത്തെ ജനങ്ങളുമായിരിക്കുകയാണ്. ഈ ആത്മീയ കാര്യങ്ങളൊന്നും അത്ര കാര്യമായി സ്വീകരിക്കാൻ താല്പര്യമില്ല. മണ്ണരയുണ്ടോ? എന്നാൽ യേശു പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ അത് ലൂക്കോസ് 21:28 നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കണം ദൈവമക്കൾ. ഇങ്ങനെ ഇല്ല പോരാ. ആമേൻ. സ്വീഡൻ ഒരു ക്രിസ്ത്യ രാജ്യമായിരുന്നു. അതുമല്ല, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യ രാജ്യമായിരുന്നു. 48% ആളുകളെ ദൈവവിശ്വാസമുള്ളവരായിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ നിരീശ്വരന്മാർ സ്വീഡനിലായി കഴിഞ്ഞു. ഡിസ്കോ ഇനിയും ക്രിസ്തീയ രാജ്യമായിരുന്ന അമേരിക്കയോ? ആമേൻ. ഞാൻ 74 അമേരിക്കയിൽ ഇന്ന് വിശാഖപട്ടണത്തിൽ ബൈബിൾ കോളേജ് നടത്തുന്ന ടൈറ്റസ് എന്ന ദൈവദാസന്റെ കൂടെ രണ്ടാഴ്ച വന്നു. ഒരു സൺഡേ ഒരു വെള്ളക്കാരുടെ ചർച്ചിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഏറ്റവും വലിയ ക്രിസ്ത്യ പള്ളി കണ്ടു. കാർ സ്ലോ ചെയ്തു എന്ന് പറഞ്ഞ് പള്ളിയും പള്ളിമുറ്റത്തേക്ക് നോക്കുക. പള്ളിയുടെ വാതിൽ കടന്നപ്പോൾ വിവരിച്ചു, 400 വർഷം മെതോഡിസ്റ്റുകാരായ ക്രിസ്ത്യാനികൾ ആരാധിച്ച പള്ളിയും പള്ളിയിലുള്ളവരെയും അരേഖ മതക്കാർ വിലയ്ക്ക് വാങ്ങി. ആമേൻ. മെതോഡിസ്റ്റ് സഭ നല്ലൊരു പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. ഞാനവിടെ ആരാധിക്കാൻ വരുന്ന അമ്മച്ചുമാരെ നോക്കി തലമൊട്ടയടിച്ച് താറും പാഞ്ചി യേശുവിനെ ആരാധിച്ച വാഗുണ്ട് കിട്ടനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. അവരുടെ അനാഥശാലയും അനേക സ്ഥാപനങ്ങളും അവിടെയുണ്ട്. ജിസ്കോ, ഇതെല്ലാം കണ്ടാൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? തല ഉയർത്തണം. തല ഉയർത്തണം. ജിസ്കോ, ഞാനും ആലപ്പുഴ ഡ്യൂട്ടി പാസ്റ്ററും കൂടെ ചിക്കാഗോ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു വെള്ളക്കാരൻ അരേവിസ്ത എന്നൊരു പുസ്തകം കൊണ്ടുവന്ന് ജോർജ് കുട്ടി പാസ്റ്റർ കയ്യിലോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ആ വെള്ളക്കാരൻ പറഞ്ഞ് മറുപടി വെക്കണം, നിന്നെ പോലെ മൂടനാരണത്. ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളുകളും അമേരിക്കയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആമേൻ.
വിശ്വാസത്യാഗം നാശയോഗ്യൻ കയറി വരാറായിരിക്കുകയാണ്. ആമേൻ. അധർമ്മമൂർത്തി കയറി വരാറായിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോഴെങ്കിലും ദൈവമക്കൾ തലയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? അടുത്ത ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ. ഇതുപോലെ ക്യാൻസർ രോഗികൾ പെരുകിയൊരു കാലഘട്ടം. ഇതെന്തിന്റെ മുന്നോടി? വെളിപ്പാട് 16:2. ഒന്നാമത്തെ ദൂതൻ ക്രോധകലശം. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. അതിന്റെ തമിഴ് കൊടിയ പുണ്ണ് എന്നാണ്. ആ കൊടിയ പുണ്ണാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ. ക്യാൻസർ സൊസൈറ്റി വെളിപ്പെടുത്തിയൊരു കണക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ 20 ലക്ഷം ക്യാൻസർ രോഗികളുണ്ട്. ഇന്ത്യയിൽ 1000-1 ക്യാൻസർ പിടിച്ചവനാണ്. കേരളത്തിൽ 750-1 ക്യാൻസർ പിടിച്ചവനാണ്. ചൈനയിൽ 45 സെക്കൻഡ് കഴിയുമ്പോൾ ക്യാൻസർ രോഗി മരിക്കും. അമേരിക്കയിൽ 5 ലക്ഷം ത്വക്ക് ക്യാൻസർ രോഗികളും 1,30,000 കുടൽ ക്യാൻസർ രോഗികളും പ്രതിവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രസ്തുത രോഗത്താൽ 60,000 ആളുകൾ ആണ്ടുതോറും മരിക്കും. എന്നാൽ മൃഗത്തിന്റെ ഭരണം തുടങ്ങിയാൽ അങ്ങനെയല്ല. അവന്റെ മുദ്രയേറ്റ് അവന്റെ പ്രതിമയെ നമസ്കരിച്ചതിനോട് വരുമ്പോൾ അവൻ ഈ രോഗം പിടിച്ചായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. ഈ അന്ത്യക്രിസ്തുവിന്റെ ഭരണമാകുമ്പോൾ അവന്റെ മുദ്രയേക്കണം. 666 മുദ്ര കിട്ടണമെങ്കിൽ അവന്റെ പ്രതിമയെ നമസ്കരിക്കണം. ആമേൻ. അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവെല്ലാം വീട്ടിലിരിക്കേ ഉള്ളൂ, വെളിയിൽ കൊണ്ട് വിൽക്കാനൊക്കത്തില്ല. വെളിയിൽ പോയെന്ന് മേടിക്കാൻ നോക്കിയാണ്. നീ കുറഞ്ഞ പക്ഷം ബാങ്ക് ബാലൻസ് പിൻവലിക്കാനെങ്കിലും ഈ മുദ്രയേക്കേണ്ടി വരും, അല്ലെങ്കിൽ വേണ്ടാന്ന്. എന്നാൽ ദൈവമക്കൾ ഭയപ്പെടേണ്ട. നമ്മൾ ബാങ്ക് ബാലൻസ് ഒന്നുമില്ലാത്ത മേലിൽ യെരൂശലേമുണ്ട്, അവിടെയായിരിക്കും ദൈവമക്കൾ. അതിനായി ഒരുങ്ങണം. ഇനിയും ഇന്നത്തെ ഭീകരന്മാരുടെ വർധനവും മൃഗത്തിന് ഭരണം അടുത്തു എന്നതിന്റെ തെളിവാണ്. അത് വെളിപ്പാട് 6:3 കൊണ്ട് സ്ഥാപിക്കാൻ. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചു. മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ആമേൻ. സമാധാനത്തിന്റെ പുത്രന്മാരായ ദൈവമക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനാൽ ഭൂലോകത്തിലെ സമാധാനം നഷ്ടപ്പെടും. പിന്നെ എന്ത് സംഭവിക്കും? മനുഷ്യൻ അന്യോന്യം കൊല്ലും. അതിന്റെ മുന്നോടിയാണ് ഇന്ന് മനുഷ്യനെ കൊല്ലുന്നതിന് ആളുകൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ദൈവമക്കൾ പോയാൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നേരം വെളുത്തൊരുത്തൻ നേരത്തിനെ കണ്ടാൽ അവനെ കൊല്ലും. എന്റെ ഭാഷ പറഞ്ഞാൽ അമ്മായിയമ്മ മരുമോളെ കൊല്ലും, മരുമോൾ അമ്മായിയമ്മയും കൊല്ലും. അയൽക്കാരൻ നിന്നെ കൊല്ലും. ഇന്ന് കൊല്ലാൻ താല്പര്യമുണ്ടെങ്കിലും ഗവൺമെന്റിന് പേടിച്ചാൽ കൊല്ലാതില്ല. എന്നാൽ അവിടുന്ന് അന്നിവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന് 11 പേര് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു പേര് മൃഗമെന്നാണ്. ആകയാൽ ഇവിടെ തീവെപ്പ് നടക്കുന്നു, വേഗം പോലീസിനെ അയക്കണമെന്ന് പറഞ്ഞാൽ തീ വെക്കട്ടെ എന്ന് പറയും അന്നത്തെ ഗവൺമെന്റ്. ഇവിടെ വെടിവെപ്പ് നടക്കുന്നു, വേഗം പോലീസിനെ അയക്കണമെന്ന് പറഞ്ഞാൽ വെടിവെക്കട്ടെ. കാരണം നമ്മുടെ പുരയാളത്ത് നിന്ന് പുല്ല് തിന്നുന്ന കാളെ അണങ്ങുമെങ്കിലേ അന്നത്തെ ഗവൺമെന്റ് അണങ്ങി. ആകയാൽ
ദൈവസഭ പോയി കഴിഞ്ഞു. ഇവിടെ ആരെങ്കിലും പാർക്കുന്നെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വരും. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ പോകുകയാണ്. അതിന്റെ മുന്നോടിയാണ് ഭീകരന്മാരുടെ എഴുന്നേൽപ്പ്. ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കളുടെ കർത്തവ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വീണ്ടെടുപ്പാണ്. പക്ഷെ ആ പ്രയോഗം തന്നെ എല്ലാവർക്കും അറിയത്തില്ല. വീണ്ടെടുപ്പെടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ വീണ്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നിറവേറുന്നത്. ഇവിടേക്കും ദൈവമക്കളുടെ ഒരു വീണ്ടെടുപ്പ് നടന്നു. റോമർ 23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്തിന് വേണ്ടി കാത്തു ഞരങ്ങുന്നു. അതെപ്പോൾ ലഭിക്കും? നമ്മുടെ കർത്താവ് വരണം. ഇനിയും യേശുക്രിസ്തുവിന്റെ 2ാം വരവിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഇതിന്റെ 1ാമത്തെ സാക്ഷി നമ്മുടെ യേശു തന്നെയാണ്. യേശു മാത്രമേ തന്നെ അനുഗമിച്ചവരോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളൂ. വേറെ ഒരുത്തരും ഇതുവരെയും അവരെ അനുഗമിച്ചവരോട് പോയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഇതുവരെ പോയിട്ടില്ല. തെളിവ് മത്തായി 16:27, യോഹന്നാൻ 14:3, 14:28, യോഹന്നാൻ 17:24. അതെല്ലാം വായിക്കാൻ സമയം കൂടുതൽ വരും. യോഹന്നാൻ 14:28, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. എന്താ വേറെ ആരും ഇവിടുന്ന് പോകാൻ നേരത്തെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പറഞ്ഞു? അവർ തന്നെ ഇവിടെ പോകുന്നെന്ന് അറിയാൻ വയ്യാതെ ഇവിടുന്ന് പോകും. പിന്നെ അവരെന്താ പറഞ്ഞിട്ട് പോകും? എന്നാൽ നമ്മുടെ യേശു അങ്ങനെയല്ല. എവിടെ പോകുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു. യോഹന്നാൻ 14:5, 14:11, അല്ല യോഹന്നാൻ 17:5, അതിന് 11, അതിന് 13, അവിടെ എല്ലാം ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു പറഞ്ഞു. അതിന് 17:5 എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പദമാണ്. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആമേൻ. അവിടെ യേശു എന്നുള്ള ആളാണ് തെളിയിക്കുന്നൊരു വാക്യങ്ങളാണ്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞ് സാധിച്ചു. അതിന് ഞാൻ 90-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് പോകാറുണ്ട്. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരുന്നു. ആ ദൈവമാണ് പഴന്തോൺ വീട്ടി പശുത്തൊട്ടിയിൽ മറിയയുടെ കയ്യിലിരുന്ന യേശു. ആര്? ഈ പർവ്വതങ്ങളുണ്ടാകുന്നതിന് ഭൂമിയും ഭൂമണ്ഡലം ഉണ്ടാകുന്നതിന് മുൻപേ അനാദിയായും ശാശ്വതമായും ദൈവം ആയിരുന്നവനാണ് ആ കാലിത്തൊട്ടിൽ മറിയയുടെ കരങ്ങളിൽ ഇരുന്നത്. യേശു ആരാണെന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ലോകം യേശുവിന്റെ പിന്നാലെ വരുമായി. ലോകം ആരാണെന്ന്, യേശു ആരാണെന്ന് ലോകം പഠിച്ചിട്ടില്ല. അത് ഏറ്റവും നല്ലൊരു വാക്യമാണ് 1 തീമോഥെയോസ് 3:16. അത് മലയാളം പോരാ, അവൻ ജഡത്തിൽ വെളിപ്പെടുന്നേ മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷ് തമിഴൊക്കെ വായിച്ചു നോക്കാം. God was manifest in the flesh. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. അതുവരെ ഇതുപോലെ ജഡമില്ലായിരുന്നു. എന്നാൽ തന്റെ ദൈവത്വത്തിന് ഭംഗം വരാതെ ജഡവും കൂടെ എടുത്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ,
അതുമുതൽ യേശു ആരെല്ലാം കൂടെയാണ്? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യൻ. യേശു മനുഷ്യനാകയാൽ ഒരു സ്ത്രീ യേശുവിനെ പ്രസവിച്ചു. യേശു ദൈവമാകയാൽ പരിശുദ്ധാത്മാവിനാൽ ഗുരുവാൻ. യേശു മനുഷ്യനാകയാൽ പഴന്തുണി വിട്ടി പശുത്തൊടി കിടത്തി. യേശു ദൈവമാകയാൽ സ്വാഗതഗാനം പാടിക്കൊണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നു. യേശു മനുഷ്യനാകയാൽ വിശന്നു. ദൈവമാകയാൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. യേശു മനുഷ്യനാകയാൽ ദാഹിച്ചു. ദൈവമാകയാൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. യേശു മനുഷ്യനാകയാൽ പടകിൽ കയറി കടലിൽ സഞ്ചരിച്ചു. ആ യേശു ദൈവമാകയാൽ ഇതാ 4-ാം യാമത്തിൽ തിരമാലകളുടെ മുകളിൽ കൂടെ നടന്നു വരുന്നു. ഇവനൊപ്പം പറയുവാൻ വേറെ ഒരുത്തനും ഇല്ലവേ ഇല്ല. യേശു മനുഷ്യനാകയാൽ ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞു. യേശു ദൈവമാകയാൽ മരിച്ചു 4 നാളായ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു മനുഷ്യനാകയാൽ ക്രൂശിൽ മരിച്ചു. അരിമത്തിയിൽ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കുന്നു. എന്നാൽ യേശു ദൈവമാകയാൽ 3-ാം ദിവസം അത് മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാത്താന്യ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനാണ് എൻ്റെ യേശു. അതുകൊണ്ടാണ് പണ്ടിങ്ങനെ പാടിയത്, ഉല്ലക്ക മഹാന്മാ അഖിലരും ഒരടി ഒന്ന് പാടിയിട്ടാണ്. ലോകത്തിലുള്ള അനേക മഹാന്മാരുടെ മരണവാർഷിക യോഗങ്ങൾ കാരണം ഒരുത്തനും മരണവാർഷിക യോഗം നടത്താൻ കിട്ടാത്ത ഒരാളാണ് എൻ്റെ യേശു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇനിയും നിന്റെ വരവിനും ലോകാവസാനത്തിനും യുഗാവസാനത്തിന് അടയാളം എന്തെന്ന് ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് യോഹന്നാൻ 14:2-3 വാക്യങ്ങളിൽ. അത് യേശു പറഞ്ഞതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന മലയാള ഭാഷാന്തരം പറ്റിയതല്ല. അതിൻ്റെ ഗ്രീക്ക് ടോപ്പോസ് എന്നാണ്. ടോപ്പോസിന്റെ ഗ്രീക്കിന്റെ മലയാളം മാളിക അല്ലെങ്കിൽ കൊട്ടാരമെന്നാണ് തർജ്ജമ. അതിനാൽ യേശു എന്തിനാ പോയത്? തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ കൊണ്ട് പോയി പാർപ്പിക്കാൻ ഒരു കൊട്ടാരം പണിയാൻ പോയിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സഭയ്ക്ക് സദൃശവാക്യം 31-ാം അധ്യായം 10-ാം വാക്യം മുതൽ മുത്തിലും വിലയേറിയ ഒരു സ്ത്രീയെ കൂടി വിവരിച്ച് വന്നിട്ട് 25-ാം വാക്യത്തിൽ വരണം. അവൾ എന്താ ചെയ്യുന്നെന്ന് ഒരു പദമുണ്ട്. ഭാവികാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അതാണ് ഭാവി കാലമോർത്ത് പുഞ്ചിരി ഇടണം ദൈവമക്കൾ, ദൈവത്തിന്റെ സഭ. ഭാവി കാലമോർത്താൽ
പുഞ്ചിരി തൂക്കാൻ ആർക്കെങ്കിലും വകയുണ്ടെങ്കിൽ ദൈവമക്കൾക്കല്ലാതെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രോഗിയായി കിടന്നപ്പോൾ സ്നേഹിതന്മാർക്കിന് ചോദിച്ച ചോദ്യവും മറുപടിയും പേപ്പറിലുണ്ടായിരുന്നു. ഞാൻ വായിച്ചത് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്, അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങയെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയണം, ഞങ്ങൾ ചെയ്തു തരാം. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു കഴിയുമ്പോൾ ദഹിപ്പിച്ച് ചാമ്പലാക്കണം, ഇന്ത്യയിൽ അനേക സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിക്കണം. കുറച്ച് ചാമ്പൽ കന്യാകുമാരി മുനമ്പിൽ കൊണ്ടുവന്ന് അവിടെ സംസ്കരിച്ചു. അവിടെ ഒരു ഗോപുരം പണിതിട്ടുണ്ട്. ഞാൻ ബൈബിൾ സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് ടൂറിന് പോയപ്പോൾ പല പ്രാവശ്യം മോളിൽ കയറി കടലൊക്കെ കണ്ടത് താഴെ ഇറങ്ങിയുണ്ട്. എന്നൊരു ദൈവമായി തന്നെ വിളിച്ചു പോകരുത്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? 2 കൊരിന്ത്യൻസിന്റെ 8 ഫിലിപ്പിയർ 1:23 നീ വായിക്കാനില്ലെങ്കിൽ കാണാൻ പറയാം. ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ടാൽ കർത്താവിൻ്റെ കൂടെ വസിക്കാം. ആ പ്രത്യാശയാണ്. ബ്ലഡ് മേരിയുടെ കാലം വരയ്ക്കും 6 കോടിയിൽ പരം ദൈവമക്കൾ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ് മരിച്ചത്. എന്തുകൊണ്ട്? ശരീരം വിട്ടാൽ എവിടെ പോകുമെന്നറിയാം. ദൈവമക്കൾക്കല്ലാതെ വേറെ ആർക്കും അതറിഞ്ഞുകൂടാ. ഞാനും എൻ്റെ പ്രസംഗമധ്യത്തിൽ ഇതൊരിക്കൽ ഒരിടത്ത് പറയേണ്ടി വന്നു. മൂവാറ്റുപുഴ വാഴക്കളം പോസ്റ്റ് ഓഫീസിൻ്റെ എതിരിക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ പ്രസംഗിക്കുകയായിരുന്നു. PJ തോമസ് കുട്ടിയാണ് അവിടുത്തെ പാസ്റ്റർ. പെന്തിക്കോസ്റ്റുകാരുടെ 1ാമത്തെ കൺവെൻഷൻ ആയതുകൊണ്ട് അസാധാരണ ജനക്കൂട്ടം. 2ാം ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള 4-5 പേര് റോഡിൽ നിന്ന് കയറി ജനത്തിൻ്റെ ഇടയിൽ കൂടി എൻ്റെ അടുക്കലേക്ക് വരുന്നു. അവരുടെ വരവ് കണ്ടപ്പോൾ സഹോദരിമാർ പലരും അവിടെ നിന്ന് കരഞ്ഞു. എന്നാൽ എൻ്റെ മുൻപിൽ വന്ന് ഇവരുടെ വാ തുറന്നില്ല, കൈ പൊങ്ങി, വെറുതെ നിന്നും. അതുപോലെ അവർ തിരിച്ചുപോയി. അപ്പോൾ മൈക്കിൽ കൂടെ ഞാൻ അവരോട് പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ തല്ലിക്കൊന്നാ പേടിയൊന്നും ഉള്ളവനല്ല. തല്ലി കൊല്ലുമെങ്കിൽ യേശുവിൻ്റെ അടുക്ക പോകാൻ ഒരു യാത്രയപ്പ് നടത്തി എന്ന് ഞാൻ കണക്കാക്കിയേക്കാം എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ 51 കൊല്ലമായി ഇതുപോലെ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരിക്കലും ഒരു മയോപേക്ഷ ഇതുവരെയും പ്രസംഗിച്ചിട്ടില്ല. പബ്ലിക്കിലായാൽ പോലും ധീരതയോടെയും ധൈര്യത്തോടെയാണ് പ്രസംഗിക്കുന്നത്. ആരും തല്ലിക്കൊല്ലത്തില്ലെന്ന് വിചാരിച്ചല്ല. തല്ലിക്കൊല്ലാമെങ്കിൽ നേരത്തെ വീട്ടിൽ പോവാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-35 വാക്യത്തിൽ മറ്റും നമ്മളിങ്ങനെ വായിക്കുന്നത്, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു മരിച്ചു. എങ്ങനെയുള്ള ഭേദ്യം? ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, പിന്നെ ചമ്മട്ടിയാൽ. അതൊന്നും ആളുകൾക്ക് മനസ്സിലാകും. ഇത് അക്ഷരപ്രകാരം നടന്നത് അന്ത്യോക്യസ് എപ്പിഫാനസ് അത് പലസ്തീൻ കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ താനൊരു വിളംബരം പരസ്യം ചെയ്തു, നിങ്ങൾ യഹോവയെ ഉപേക്ഷിക്കണം, യവനായോളം സ്വീകരിക്കണം, ജൂപ്പിറ്റർ ദേവന് ബലി കഴിക്കും. അന്നാണ് പരീക്ഷന്മാരുടെ എഴുന്നേൽപ്പ്. അതിനെ എതിർത്ത് ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല, യവനായ മതം സ്വീകരിക്കത്തില്ല, നിന്റെ ജൂപ്പിറ്റർ ദേവന് ഞങ്ങൾ ബലി കഴിക്കത്തില്ല. അപ്പോൾ 2 പടയാളികൾ വന്നു. ഇത് പറഞ്ഞവൻ്റെ ഇടവും വലവും നിന്ന് മരമറക്കുന്ന പല്ലുകൊണ്ട് ഉള്ള വാളുകൊണ്ട് അറുത്തു. അതാണ് ഇവിടെ പറഞ്ഞ ഈർച്ചോളം. കുറെ ആൾത്തേക്ക് ചോദിക്കും, ഇനി എങ്ങനെ യവനായ മതം സ്വീകരിക്കാമോ? ഇല്ല. 2 തുണ്ടായി മാറുന്നത് വരെയും അവര് യവനായ മതം സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും എന്തുകൊണ്ടങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, ഏറ്റവും നല്ല
ഒരു പുനരുത്ഥാനം ലഭിക്കും. ഉയർത്തെഴുന്നേൽപ്പിൽ പ്രത്യാശയുള്ള ദൈവമക്കളാണ് ഇതുപോലെ കഷ്ടം അനുഭവിച്ച് മരിച്ചിട്ടുള്ളത്. ആ പ്രത്യാശ നമ്മയായും ഭരിക്കാൻ ഇളയായെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ മരിച്ചിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ ഞാൻ 24 വർഷം ചർച്ച് ഹിസ്റ്ററി ആയിരുന്നു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചത്. പ്രസംഗിക്കുമ്പോൾ അതൊക്കെ ചിലപ്പം ഇങ്ങനെ ഉയർന്നു വരും, പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് രക്തസാക്ഷികളായി മരിച്ചു? അല്ല, ഏറ്റവും നല്ല ഉയർപ്പിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. 1 പത്രോസ് 4-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും സന്തോഷിച്ചു കൊള്ളണം. എന്തുകൊണ്ട്? അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ ഉല്ലസിച്ചാരംഭിപ്പാനിടയാകും. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി മരിച്ച അനേക ദൈവമക്കളുണ്ട്. സുഖമായി ജീവിച്ച് മരിച്ച അനേക ദൈവമക്കൾ. എൻ്റെ വേദപഠനത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ് ഒരുപോലെ ഇരിക്കത്തില്ല. 2 കൊരിന്ത്യർ 4:17 ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. കഷ്ടത യേശു നിമിത്തം അനുഭവിച്ച അപ്പോസ്തലനായ പൗലോസിനെ പോലും മറ്റും അടികൊണ്ട, ദീർഘവാഴ്നാളിൽ മറ്റും അറക്കപ്പെട്ട രക്തസാക്ഷി വിവിധ നിലയിൽ അനുഭവിച്ചവരെ ഞാൻ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മെത്തയിൽ തന്നെ ജനിച്ചു, മരിക്കുന്നിടം മെത്തയിൽ തന്നെ കിടന്നു, സുഖമായി മരിച്ച വിശ്വാസികളിൽ കർത്താവിൻ്റെ വരവിൽ ഉയർക്കും. എന്നാൽ തിരിച്ചറിയാനൊരു കാര്യമുണ്ട്. കർത്താവ് നിമിത്തം ഒരു കഷ്ടവും അനുഭവിക്കേണ്ടി വരാതെ ഇരുന്ന ആളുകൾ ഉയർത്താൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പേപ്പറിൻ്റെ അത്രയും കനം കാണും അവൻ്റെ തേജസ്സിന്. മറ്റവൻ്റെ തേജസ്സോ കൽപ്പത്തിൻ്റെ അത്രയും കനം കാണും. ആ പ്രത്യാശയാണ് അനേകം ദൈവമക്കൾ രക്തസാക്ഷികളായി തീരേണ്ടി വന്നപ്പോൾ പിന്മാറാഞ്ഞത്. നമുക്ക് ഏറ്റവും നല്ല ഒരു പുനരുത്ഥാനം. ഇനിയും യേശുവിൻ്റെ വരവിനെ കുറിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരേ വിശ്വാസമല്ല ഉള്ളതെന്നുള്ളതും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ചില ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് യേശു വരുമെന്ന് പറഞ്ഞു. അക്ഷരീയമായും ആളത്വമായും വരുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മീയമായ ചില നിറവേറുതലാണ്. ഒന്ന്, പെന്തക്കോസ്താളിലെ അനുഭവം യേശുവിൻ്റെ വരവായിരുന്നു. അതിനെ ഒരു വാക്യം ധരിക്കും. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുകയുള്ളൂ, ഈ നിൽക്കുന്നവർ ചിലർ മരണം ആസ്വദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തലമുറയിൽ തന്നെ ഉണ്ടായ പെന്തക്കോസ്താളിൽ ആത്മപകർച്ചയിൽ യേശു വന്നു. 2 AD 70 യേശു വന്നു. പിന്നെ യേശു വരുമെന്ന് പറഞ്ഞത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ അവനിലേക്ക് വരും. പിന്നെ യേശു വരുമെന്ന് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ അവനെ ചേർക്കാൻ വരും. ഞാൻ അങ്ങോട്ട് പോകും. എന്നാൽ ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. കാരണം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു എങ്ങനെ വരുമെന്ന് പറഞ്ഞു. ഗലീലാപുരുഷന്മാരെയും നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നുണ്ട്. സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എങ്ങനെ യേശു വരും? ആളത്വമായും അക്ഷരീയമായും യേശു വരും. ഇനി സ്വോത്രകാഴ്ച എടുത്ത ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ തെളിയിക്കാം. പ്രാർത്ഥനയോടെ അല്പസമയം കൂടി ഇരിക്കാം. യേശു എന്തിനാണ് വരുന്നത്? സാധാരണ ഒരു 6 പോയിന്റ് പ്രസംഗിക്കാൻ, ഇന്നൊരു പോയിന്റ് പ്രസംഗിക്കാൻ വേണ്ടി. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് നമ്മുടെ കർത്താവാകുന്ന യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
നമ്മുടെ ഈ ശരീരത്തിന് 7 താഴ്ചയുണ്ട്. എൻ്റെ പുസ്തകത്തിൽ 66-ാം പേജിൽ അത് എഴുതിയിട്ടുണ്ട്. ഇനി ലഭിക്കുന്ന ശരീരത്തിന് 7 ഉയർച്ചയുണ്ട്. ആമേൻ. ഇത് ദ്രവത്വമുള്ളതാണ്, ലഭിക്കുന്നത് അദ്രവത്വമാണ്. ഇത് ക്ഷയം ഉള്ളത്, ലഭിക്കുന്നത് അക്ഷയമായത്. ഇത് ബലഹീനമായത്, ലഭിക്കുന്നത് ശക്തിയുള്ളത്. ഇത് പ്രാകൃതമായത്, ലഭിക്കുന്ന ആത്മീയമായത്. ഇത് മർത്യമായത്, ലഭിക്കുന്നത് സ്വർഗീയമായത്. ഇങ്ങനെ അങ്ങോട്ട് 7 പോയിന്റ്. ആമേൻ. നാം ഉയർത്തെഴുന്നേറ്റാൽ ആരുടെ ശരീരം പോലിരിക്കും? യേശു ഉയർത്തെഴുന്നേറ്റ ആ യേശുവിന്റെ ശരീരം പോലിരിക്കും നമ്മൾ. ആ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? ലൂക്കോസ് 24:39 എന്നെ തൊട്ടു നോക്കുവീൻ, എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ല. ആകയാൽ മരിച്ചുപോയ ദൈവമക്കൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അസ്ഥിയും മാംസവുമുള്ള ശരീരത്തോടുകൂടി ആയിരിക്കും ഉയർക്കാൻ പോകുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ കൂടെ ആബേലും ഉയർക്കണം. ആബേലിനെ അടക്കിയിട്ട് 6000 കൊല്ലമാകാൻ പോവുകയാണ്. എല്ലിന്റെ പൊടി പോലും കാണിയില്ല. പിന്നെങ്ങനെ അസ്ഥിയും മാംസമുള്ള ശരീരമായി? വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇപ്പൊ കർത്താവിന്റെ അടുക്കലാണ് പറക്കുന്നത്, പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ. എന്നാൽ പാപികൾ മരിച്ചാൽ അതേ സെക്കൻഡിൽ 9-ാം സങ്കീർത്തനം 17 പാതാളത്തിലേക്ക് പോകും. ലൂക്കോസ് 16:23 ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് പോകും. എന്നാൽ ദൈവമക്കൾ മരിച്ചാൽ പഴയ നിയമഭക്തന്മാർ പാതാളത്തിലെ പരദേശയിൽ പോയിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചിട്ട് പാതാളത്തിലെ പരദേശയിലേക്ക് പോയി ആ ഭക്തന്മാരെ പിടിച്ചോണ്ടാണ് പോരുന്നത്. അതുകൊണ്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുക. ആകയാൽ ഇപ്പോൾ മരിക്കുന്ന ദൈവമൈകൾ എവിടെ കിടന്ന് മരിച്ചാലും ആ നിമിഷം ആത്മാവ് കർത്താവിന്റെ അടുക്കിലേക്ക്. യേശു മധ്യാകാശത്തിലേക്ക് പുറപ്പെടാൻ നേരത്തെ തന്റെ വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് പറയും, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് നിങ്ങളുടെ ശരീരം സംസ്കരിച്ചിടത്തേക്ക് പോയി നിന്നോളാം. അപ്പോഴായിരിക്കും ഗംഭീര നാദം നമ്മുടെ യേശു മുടക്കി. ആ ശക്തിയുള്ള ശബ്ദം നമ്മളെ അടക്കിയിരിക്കുന്നിടത്തേക്ക് വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീര ധൂളികൾ അത്ഭുതകരമാമണ്ണം പുനം സംഘടിക്കപ്പെട്ട് പഴയ പേശിന്റെ രൂപത്തിൽ ആ ശവക്കുഴിയിൽ ഉയർക്കുമ്പോൾ അതിൻ്റെ സമീപത്ത് വന്ന് നിൽക്കുന്ന അവരുടെ ആത്മാവ് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതിലെനിക്ക് ഉള്ള ഒരു സന്തോഷം, കർത്താവ് വരുന്നതിന് മുമ്പ് ഞാനും മരിച്ചു പോയെങ്കിൽ എൻ്റെ അസ്ഥിയും മാംസവുമൊക്കെ അത് ശരീരമായി തീരുമ്പോൾ വല്ലവന്റെ ആത്മാവ് എൻ്റെ അകത്ത് കയറുമെന്ന് പേടിക്കണ്ട. അങ്ങനെ ശരീരത്തോടുകൂടി ദൈവമക്കൾ ഉയർക്കും. ആമേൻ. ഇതിന് 1-ാം പുനരുത്ഥാനം എന്ന് പറയാം. വെളിപ്പാട് 20:5. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുള്ളൂ, ജീവിക്കില്ല. അപ്പനെ അടയ്ക്കേണ്ട അടുത്ത് തന്നെ അമ്മയെ അടയ്ക്കണം. ഒരപ്പനെ എനിക്കറിയാം, മരിച്ചെന്നും ചാരായം കുടിച്ചാ മരിച്ചത്. ആ അമ്മച്ചി എനിക്കറിയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു മരണം വരെയും യേശുവിന്റെ സാക്ഷിയാണ്. അപ്പൊ അടയ്ക്കപ്പം രണ്ടുപേരെയും അടുത്തടുത്ത് ഇടവുമല്ലോ അടക്കിയിരിക്കും. എന്നാൽ ക്രിസ്തുവിൽ മരിച്ച അമ്മച്ചി ഗംഭീരനാദം മുഴങ്ങുമ്പോൾ അടുത്ത് കിടക്കുന്ന അപ്പനോട് ഒരു അക്ഷരം മിണ്ടാതിരി പോലും. പിന്നെ അപ്പൻ തന്നെ അവിടെ 1000 കൊല്ലം കൂടെ കിടക്കണം. ആമേൻ. ആര് ഉയർക്കും? മറുപടി 1 ദിവസം 4:17
ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തും. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം കടന്നുപോയി, സകലം പുത്തനായി. മനുഷ്യനെ പുത്തനാക്കുന്ന സ്ഥലമാണ് യേശുവിന്റെ കാൽവറി. ആമേൻ. കാൽവറിയെക്കുറിച്ച് ഒരു പണിപ്പുരയോട് ഉപമിക്കാം. കൊല്ലപ്പണിക്കൻ ആയുധം ഉണ്ടാക്കാൻ ഇരുമ്പ് സാധനങ്ങൾ പണിപ്പുരയ്ക്ക് കൊണ്ടുവന്ന് തൻ്റെ ഹിതപ്രകാരം അടിച്ചു രൂപപ്പെടുത്തിയെടുക്കുന്നത് പോലെ ആമേൻ, പാപിയായി ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ട് പിശാചിന്റെ സ്വരൂപത്തിലായിരിക്കുന്ന യവനെ ദൈവരൂപത്തിലാക്കി തീർക്കാൻ ദൈവം സ്ഥാപിച്ച പണിപ്പുരയാണ് കാൽവരി. അവിടെ വരണം. ഉൽപ്പത്തി 1:28 5:1-2 മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ ഇരുന്നു? ദൈവം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. കളിമണ്ണ് കൊണ്ട് എന്തിൻ്റെയെങ്കിലും രൂപമുണ്ടാക്കി ഉണങ്ങാൻ വെയിലത്ത് വെച്ചാൽ ഉണങ്ങുന്നതിന് മുമ്പ് ഒരു പട്ടി അതിന് മീതെ കൂടെ കയറി ഇറങ്ങിപ്പോയാൽ നായയുടെ കാൽപ്പാടോടുകൂടി അത് ഉണങ്ങി കിട്ടുന്നത് പോലെ ആദമനെയും ഹവ്വയെയും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് ഇവിടെ ആക്കി അവർ ആത്മീയ പ്രായപൂർത്തിയിൽ എത്തുന്നതിന് മുമ്പേ പിശാചാകുന്ന നായയുടെ കാൽപ്പാടുകൾ അവരിൽ പതിച്ചു. പിശാചിന്റെ രൂപത്തിലായിരുന്നു. യവനെ വീണ്ടും സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ദൈവരൂപത്തിൽ ഒരു സൃഷ്ടിപ്പ് നടക്കണം. അത് നടത്തുന്ന സ്ഥലമാണ് യേശുവിന്റെ കാൽവറി. എഫെസ്യലേഖനം 2-4 വായിച്ചാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെന്ന് 4:24 വായിക്കാൻ കഴിയും. പാപം ചെയ്ത് പിശാചിന്റെ രൂപത്തിലായി മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലേക്ക് അവൻ വിശ്വാസത്തെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കരോമനയിൽ സ്പർശിച്ച് ദൈവരൂപത്തിൽ ആക്കി. എഫെസ്യർ 2:10 നാം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ദൈവമക്കൾ ആരാണ്? മതം മാറിയവരല്ല, വേദം ചേർന്നവരല്ല, സമുദായം മാറിയവരല്ല. അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാണ് പിടിപ്പിക്കണം. ആ അനുഭവം പ്രാപിക്കാത്തവരാരും സ്വർഗത്തിൽ പോക്ക് നടക്കില്ല. ദൈവത്തിന്റെ രൂപത്തിൽ അതിനെ തെളിയിക്കാൻ വേറൊരു വാക്യം ഞാൻ എടുക്കാറുണ്ട്. റോമർ 8:29 അതിൽ കൂടെ വായിക്കാം, എളുപ്പം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വീണുപോയ മനുഷ്യനെ നിയമിച്ചു. അവരെ വിളിച്ചു, വിളി കേട്ടവരെ നീതീകരിച്ചു, പിന്നവരെ തേജസ്കരിച്ചു. എന്തിന്? ദൈവത്തിന്റെ രൂപത്തിലാക്കുക. അത് 2 കൊരിന്ത്യർ 3-ാം വാക്യമായിട്ട് ബന്ധപ്പെടാമെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു വേലയും ചെയ്യണം. വരുന്ന തേജസ്സുള്ളതായിരുന്നെങ്കിൽ എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് അതാ വാക്യം. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന മറുഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്തിന്? നമ്മുടെ അകത്തെ മനുഷ്യന് തേജസ്സുള്ളവനാക്കി പിന്നെയും തേജസ്സുള്ളവനാക്കണം. എന്തിന്? തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ കഴിഞ്ഞു നമ്മളെ ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ദൈവത്തിന്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം അവന് കാണും.
അതിന് സാധാരണ ഉദാഹരണം പറഞ്ഞാൽ തെങ്ങിൻ തൈ നട്ട് വളവും ഇട്ട് വെള്ളവും കോരി വളർന്നു വരുമ്പോൾ അതിൻ്റെ ചെവിട്ടി ചെന്നിരുന്ന് അപേക്ഷിക്കണ്ട, നീ തേങ്ങ തന്നെ കായ്ക്കണമെന്ന്. തെങ്ങാണെങ്കിൽ തേങ്ങ തന്നെ കായ്ക്കും. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളിൽ നിന്ന് ദൈവത്തിന്റെ സ്വഭാവം തന്നെ പുറപ്പെടണം. ഗ്ലോറി. ഇപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇങ്ങനെ തേജസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കാഹളം കാതിൽ മുഴങ്ങുമ്പോ ഈ ശരീരം ഉരിയണ്ട, സ്വർഗീയമായത് ഇതിന്റെ മീതെ ധരിക്കും. അങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്. ആ രൂപാന്തരപ്പെടുന്ന ശരീരം ആരുടെ ശരീരം പോലെ ഇരിക്കും? യേശുവിന്റെ ശരീരം പോലെ, അസ്ഥി കൊണ്ട് മാംസവും. യേശുവിന്റെ ഉയർപ്പ് കല്ലറയിൽ വെച്ച അതേ ശരീരം ഗർഭത്തം കാണാതെ അവിടെ നിന്നും യേശു പാതാളത്തിൽ പർദീസയിലേക്ക് പോയിട്ട് വന്ന് ആ ശരീരത്തിലേക്ക് പ്രവേശിച്ച് പുറത്തു വന്നു. എന്നാൽ വിശുദ്ധന്മാരുടെ ശരീരം അങ്ങനെയല്ല, ദ്രവിച്ച് മണ്ണായി തീർന്നു. അത് വീണ്ടും അത് ശരീരം ആയി തീരണം. അപ്പോൾ കിട്ടുന്ന നമ്മുടെ ശരീരം കൊണ്ട്, യേശുവിന്റെ ശരീരം കൊണ്ട് എന്താണ് ചെയ്തു? അതെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമക്കൾക്ക് ചെയ്യാൻ കഴിയും. എന്നെ തൊട്ടു നോക്കുകയും എന്ന് പറഞ്ഞു. അത് ലൂക്കോസിൽ തൊട്ടു നോക്കിയില്ലെങ്കിലും മത്തായി 28:9 അവന്റെ കാല് പിടിച്ചതായി വായിക്കാൻ കഴിയും. അതും പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. ഇന്ന് വിളിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് വിശുദ്ധന്മാർ ഉയർത്തുന്ന സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഈ ദുബൈക്കാരെല്ലാം കണ്ടേച്ചായിരിക്കും നമ്മൾ പോകും, അല്ലെങ്കിൽ പത്തനാപുരത്തുകാരെ കണ്ടേച്ചായിരിക്കും നമ്മൾ പോയി. 7 കൊല്ലം കഴിയുമ്പോൾ സക്കറിയ 14:5-6 യഹോവയായ കർത്താവും നമ്മളും കൂടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ 7 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ പത്തനാപുരംകാരും കൊല്ലംകാരും കാര്യങ്ങളക്കാരും എല്ലാം മരിച്ചു പോകുന്നു. 3-1, 4-1 ഒക്കെ മരിച്ചു. ബാക്കിയുള്ളവർ ജീവനോടൊക്കെ കച്ചവടം ചെയ്തും കൃഷി ചെയ്തും എന്നാൽ ഈ വളർത്തിയും പള്ളിക്കൂടത്തിൽ പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ ഇവിടെ കാണും. ഈ സ്വർഗത്തിൽ പോയി ഇറങ്ങി വന്ന ഈ രൂപാന്തരപ്പെട്ടവരുടെ ശരീരമൊക്കെ കാണുമ്പോൾ നാട്ടുകാർക്ക് വല്ല ഡൗട്ടും തോന്നി, ഇത് റിയലാണോ മായയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കൊരു മറുപടി പറയണം, ഇത് മായയല്ല, ഇത് റിയലാണ്. നിനക്കുള്ള സംശയം ഉണ്ടെങ്കിൽ എനിക്കിന്ന് പിടിച്ചു നോക്കേ, അസ്ഥി മാംസമാണ്. ഇത് യോഹന്നാൻ 20:19-26 ഈ വാക്യങ്ങൾ വായിച്ചാൽ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചു. വാതിൽ അടച്ചിരിക്കേ അവരുടെ നടുവിൽ വന്നു നിന്നു. അതേ ശരീരമായിരിക്കും നമ്മുടെ ഉയർപ്പിൻ ശരീരം. നമ്മൾ 1000 ആണ്ട് കർത്താവിനോടുകൂടി ഈ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ടെറസ് ബിൽഡിംഗ് പലതും വന്ന് അവിടെ കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിനകത്തോട്ട് കയറണം തോന്നിയാൽ കോളിംഗ് ബെൽ അടിക്കണ്ട, വാതിൽ മുട്ടണ്ട. വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്തിറങ്ങാം. ഇവന്റെ വാതിൽ തുറക്കാതെ പുറത്തു പോരാ. ഇതൊക്കെയാണ് ദൈവമക്കളുടെ ഭാവി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലോകം എന്നേ എന്റെ യേശുവിനെ സേവിക്കാൻ വരുമായിരുന്നു. ആമേൻ. അതിനെക്കുറിച്ച് മഹാകവി സൈമൺ സാറിന്റെ പാട്ട് പാടി. നാം ഇനി പോക വേണം 1000 കോടി വാനകോളങ്ങളെ താണ്ടി. ഉയർത്തെഴുന്നേറ്റും രൂപാന്തരപ്പെട്ടും കഴിഞ്ഞാൽ 1000 കോളങ്ങൾക്കപ്പുറത്ത് നമുക്ക് പോകണം. 1969 ജൂലൈ മാസത്തിൽ ആംസ്ട്രോങ്ങിനെയും വേറൊരാളിനെയും കൂടി അമേരിക്കൻ ഗവൺമെന്റ് റോക്കറ്റ് കയറ്റി ചന്ദ്രമണ്ഡലത്തിൽ ഇറക്കി. അതിന്റെ വേഗത മണിക്കൂറിൽ 25,000 മൈൽ. അവരവിടെ ഇറങ്ങി വെള്ള നിറമുള്ള പാറക്കല്ല് പെറുക്കിക്കൊണ്ടുവന്ന് ന്യൂയോർക്കിൽ UNO ഹോളിൽ ഒരു കണ്ണാടി കവറിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ UNO ഹോൾ കാണാൻ പോയപ്പോൾ എൻ്റെ വീടിന് ഇവിടുന്ന് 3 മൈൽ അകലെയുള്ള ഒരു മത്തോമാക്കാരനാണ് എൻ്റെ വാച്ച. എന്നെ കണ്ടിട്ടുള്ള അതുകൊണ്ട് അവിടെ എവിടെയെല്ലാം കൊണ്ട് കാണിക്കാമോ അവിടെ അങ്ങോട്ട് കാണിച്ചു. ചന്ദ്രൻ കൊണ്ടുവന്ന പാറക്കല്ല് കാണിച്ചു. അനന്തരം അമേരിക്കയുടെ റഷ്യയുടെ താല്പര്യം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന
നക്ഷത്രകോളത്തിൽ ആളിനെ ഇറക്കണം. അത് എത്ര മൈൽ ദൂരമെന്ന് അവര് ഗവേഷണം ചെയ്തപ്പോൾ 26 ലക്ഷം കോടി മൈൽ അകലെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു ചന്ദ്രമണ്ഡലത്തിൽ ആളിനെ ഇറക്കിയതിന് മണിക്കൂറിൽ 25,000 മൈൽ വേഗതയുള്ളതായിരിക്കുന്ന റോക്കറ്റ് മതിയായിരുന്നു. ഇനി മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗതയുള്ള റോക്കറ്റ് കയറ്റി ഇവരെ അയച്ചാൽ എത്ര നാളുകൊണ്ട് എത്തും അടുത്ത നക്ഷത്രത്തിൽ? 14,000 വർഷം കഴിയും. അതുകൊണ്ട് 14,000 വർഷം വരെ ആരും ഈ റോക്കറ്റിനകത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ പരിപാടി ക്യാൻസൽ ചെയ്തു. എന്നാൽ നമ്മുടെ യേശുവിന്റെ പരിപാടി ഒന്നും ക്യാൻസൽ ചെയ്യത്തില്ല. വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പോലെ നിവർത്തിക്കാൻ പോകുകയാണ്. നമുക്ക് പോകേണ്ടത് 26 ലക്ഷം കോടി മൈൽ അകലെയുള്ള നക്ഷത്രമണ്ഡലത്തിനപ്പുറത്തല്ല, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രമണ്ഡലത്തിനപ്പുറത്ത് പോകണം. ശാസ്ത്രജ്ഞന്മാരതിന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രം 200 കോടി പ്രകാശവർഷം അകലെയാണ്. ആമേൻ. 200 കോടി പ്രകാശവർഷം അകലെയാണ് ഏറ്റവും ഉയരത്തിലുള്ള നക്ഷത്രം. അത് 2ാം സ്വർഗമാണ് നക്ഷത്രമണ്ഡലം. നമുക്ക് പോകേണ്ടത് 3ാം സ്വർഗത്തിലാണ്, സ്വർഗാദി സ്വർഗത്തിലാണ്. ഇനി എത്ര മൈൽ അകലം വരും? അത് 200 കോടി പ്രകാശവർഷം. എത്ര അകലമാണ്? പ്രകാശത്തെ അളക്കാനുള്ള വഴി 1 സെക്കൻഡിൽ 1,86,000 മൈൽ. അതിനെ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 മിനിറ്റ് പ്രകാശദൂരം കിട്ടും. ഒന്നുകൂടെ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 മണിക്കൂർ പ്രകാശദൂരം കിട്ടും. അതിനെ പിന്നെ 24 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 ദിവസത്തെ പ്രകാശദൂരം കിട്ടും. അതിനെ 365 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1 വർഷത്തെ പ്രകാശദൂരം കിട്ടും. അതിനെ 200 കോടി ഇട്ട് ഗുണിച്ച് നോക്കണം. അപ്പോൾ എത്ര എന്ന് കിട്ടുമോ? അത്രയും മൈൽ വരെ നക്ഷത്രമണ്ഡലമാണ്. നമുക്കതിനപ്പുറത്താണ് പോകേണ്ടത്. ദൈവമക്കൾ ഉയർത്തി കഴിഞ്ഞാൽ, രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ, ഈ മിന്നലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആകാശത്തിൽ കൂടെ പറന്നു വരാകുന്ന മഹത്വ ശരീരം ദൈവമക്കൾ പ്രാപിപ്പാൻ പോകുകയാണ്. ഇതൊക്കെയാണ് രക്ഷിക്കപ്പെടുന്നവന്റെ ഭാവി എന്ന് അറിഞ്ഞെങ്കിൽ എന്നേ ലോകം രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ ഇതുവരെയും ക്രിസ്തുവിലാകാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ചാൻസ് തരുന്നവന്നിരിക്കാം. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. ആമേൻ. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ നാമമൂലം പാപ മോചനം ഉണ്ട് എന്ന് സകല പ്രവാചകന്മാരും അത് സാക്ഷ്യം പറയുന്നു. പ്രിയപ്പെട്ടവരെയും നിരാത്രി വരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരിക്കും ഈ കൺവെൻഷൻ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ആമേൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് വിശ്വസിക്കണം? എന്റെ പാപത്തിന് പ്രായശ്ചിത്തമാണ് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അവസാനത്തോട് രക്തവരെ ഊറ്റിത്തന്ന് എനിക്ക് പകരമായി യേശു മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ആ യേശുവിൽ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ യേശുവിനായി ജീവിക്കും. എത്ര പേര് പറയും? ആമേൻ. അതിനൊരു സന്ദർഭം. കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. സഹോദരിമാരായാലും സഹോദരന്മാരായാലും യേശുവേ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണം. യേശുവേ, എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിരുന്നു നിന്റെ ക്രൂശിലെ മരണം. ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും എന്ന് എത്ര പേര് ഇവിടുന്ന് പറയും? ആമേൻ. കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ ഇന്നു മുതൽ യേശുവിനായി ജീവിക്കും, എന്റെ ഹൃദയം യേശുവിന് കൊടുക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിപ്പിൽ ദയവായി വലം കൈ ഉയർത്തി പിടിക്കാം. ആമേൻ. ആര്? ഇന്നു മുതൽ സഹോദരിമാരെ,
ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയാൻ ആരുണ്ട്? സഹോദരന്മാരെ, ഈ പോഴാവിന്റെ രക്ഷാദിവസം ആര് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും? എനിക്ക് എല്ലാവരെയും കാണാൻ ഒക്കത്തെങ്കിലും ഇരിക്കുന്നിരിപ്പിൽ കരമുയർത്തി പിടിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു.